ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നീണ്ട 18 വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും കൂടെ ഒരു പടത്തിൽ പിന്നെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് പെട്രിയറ്റ്. അപ്പോൾ റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ മഹേഷ് നാരായണനാണ്. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പിന്നെ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് വരുമ്പോൾ സുഷിൻ ശ്യാമാണ് BGM മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറും മനോജ് നന്ദൻ. അപ്പോൾ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ലീഡ് വരുന്നത് മമ്മൂക്ക, ലാലേട്ടൻ, ജാക്കോ ബോബൻ, അതേപോലെ ഫഹദ് ഫാസിലി. പിന്നെ എന്താണ് ലേഡി ക്യാരക്ടേഴ്സിൽ വരുമ്പോൾ നയൻതാര, സെറിൻ ഷിഹാബ്, നമ്മുടെ ആട്ടം സിനിമയിലുള്ള കുട്ടി, പിന്നെ രേവതി, പിന്നെ രാജീവ് മേനോൻ. ഇത്രയും പേരാണ് നമുക്ക് ക്യാസ്റ്റിൽ വന്നിരിക്കുന്നത്. ക്യാസ്റ്റ് വളരെ വലുതാണ്. അതേപോലെ മേക്കിങ്ങും 125 കോടിയാണ് പടത്തിൻ്റെ ബഡ്ജറ്റ്. അതിന് മേളിലുണ്ടെന്ന് റീസെൻ്റ്ലി അറിഞ്ഞായിരുന്നു. അപ്പോൾ കാരണം ആ ഒരു ക്വാളിറ്റി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നല്ല രീതിക്ക് വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. അതായത് പടത്തിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ രൂപപ്പെടുത്തുന്ന ഒരു സ്പൈവെയർ, അതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ എത്രത്തോളം ചൂഷണം ചെയ്യും എന്നുള്ളത് വളരെ മികച്ച രീതിയിലാണ് മഹേഷ് നാരായണൻ ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും അവരുടേതായിട്ടുള്ള ടെക്നിക്കൽ സൈഡ് വളരെ ക്ലിയർ ആണ്. കാരണം കുറെ നാളുകൾക്ക് ശേഷം മമ്മൂക്കനെയും ലാലേട്ടനെയും നമുക്ക് തിയേറ്ററിൽ കാണാനുള്ളൊരു സുഖം അതുണ്ടല്ലോ. പിന്നെ നെഗറ്റീവ്സ് ഒരുപാട് വരുന്നുണ്ട്. ഹൂക്കേഴ്സ് പറയണവർ പറയട്ടെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മാത്രമായിരിക്കണം. അപ്പം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പടം പോയി കാണുക. കണ്ടതിന് ശേഷം മാത്രം പടത്തിന് വിലയിരുത്തുക. അല്ലാതെ നെഗറ്റീവ് കണ്ടോ ഓവർ ഹൈപ്പ് കണ്ടോ ഒന്നും പോകണ്ട. നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ പോയി കാണണം. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് പോകണ്ട. പക്ഷെ എനിക്ക് 3 മണിക്കൂർ 25 സെക്കൻഡാണ് പടം. ആ സമയം പോയത് അറിഞ്ഞതില്ല. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് തന്നെ കണ്ടിരുന്നത്. കാരണം സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചെറിയ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫിൽ തന്നെ പടം കഥയിലേക്ക് കയറും. അതേപോലെ എടുത്തു പറയുന്ന ഒരു ക്യാരക്ടർ ദർശന രാജേന്ദ്രൻ. എല്ലാവർക്കും വളരെ മികച്ച കാസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കുറച്ച് ഹൈ ആയിട്ടുള്ള കാസ്റ്റിംഗ് ഇതിൽ വന്നിട്ടുണ്ട്. നയൻതാര അങ്ങനെയുള്ളത് അതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന റോളായിരുന്നു. പിന്നെ ആൻഡോ ജോസഫ് ചേട്ടൻ ഇതിനു വേണ്ടി കുറേ നാള് പുള്ളി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒന്ന് തീർക്കാനും അതേപോലെ പടം ഇറക്കാനും പുള്ളിക്ക് എന്നിട്ട് നല്ല ദിവസമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പോൾ നെഗറ്റീവ് കണ്ടിട്ട് ആരും പടം പോകാതിരിക്കരുത്. നല്ല പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു പടമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.